10,000 BC-ക്ക് മുമ്പുള്ള കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നു. ശിലകൾ കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് ക്വാർട്ട്സൈറ്റ് മനുഷ്യർ എന്നാണ് വിളിപ്പേര്. ആധുനിക മനുഷ്യനായ ഹോമോ സാപ്പിയൻസ് ആവിർഭവിച്ചതും പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്ന പാലിയോലിത്തിക് പീരീഡിലാണ്. പൊതുവെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഐസ് ഏജ് എന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ പറ്റി അറിയാൻ ഒരുപാടുണ്ട് കാര്യങ്ങൾ. പ്രാകൃത മനുഷ്യരായ ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരും വേട്ടയാടൽ ഉപജീവന മാർഗമായി കൊണ്ടുനടന്നവരുമാണ്. അതിനാൽ പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. പ്രകൃതിയിൽ നിന്നും ലഭിച്ച കല്ലുകൾ അതേപോലെ വേട്ടയാടാൻ ഉപയോഗിച്ചു. അതായത് വലുതും പരുക്കനുമായ കല്ലുകളും മൃഗങ്ങളുടെ എല്ലുകളും ആനക്കൊമ്പുകളും തടിയുടെ കഷ്ണങ്ങളും ആയുധങ്ങളായി ഉപയോഗിച്ച പുരാതന മനുഷ്യൻ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ കൊഴുപ്പ് തീ കത്തിക്കാനായും ഉപയോഗിച്ചു. ഇത് ഗുഹയ്ക്കുള്ളിൽ വെളിച്ചത്തിനും ആഹാരപാകം ചെയ്യാനും ഉപയോഗിച്ചു. മനുഷ്യൻ അന്നു മുതലേ തീയുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്നു എന്നതിൻ്റെ പല ശേഷിപ്പുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രാചീന ശിലായുഗ മനുഷ്യജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന സ്രോതസ്സുകളാണ് ഗുഹാചിത്രങ്ങൾ. സസ്യങ്ങളുടെയും പഴങ്ങളുടെയും ചെങ്കല്ലിൻ്റെ പൊടിയും ഉപയോഗിച്ച് പല നിറങ്ങളിൽ അവൻ ഗുഹാചിത്രങ്ങൾ അവതരിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ചെറിയ രീതിയിൽ വാദ്യോപകരണങ്ങളും അവൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതുമാത്രമല്ല, ആ കാലഘട്ടത്തിലെ അവൻ്റെ പ്രത്യേകതകൾ, അവൻ്റെ അതിശയകരമായ ജീവിത രീതികളും അവൻ്റെ പ്രധാനപ്പെട്ട വിഹാര കേന്ദ്രങ്ങളും തെളിവായി നമുക്ക് ലഭിച്ച ഗുഹാചിത്രങ്ങളുടെ പ്രത്യേകതകളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു ശിലായുഗത്തിൽ ജീവിച്ചിരുന്നത് എന്ന കൗതുകകരമായ വിശേഷങ്ങൾ അറിയാൻ ഒട്ടും താമസിയാതെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. കേരള PSC, SSC, CAS, UPSC ഉദ്യോഗാർത്ഥികൾക്കും ഇത് മികച്ചൊരു വഴികാട്ടിയായിരിക്കും.